പച്ചപ്പും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ആ ഗ്രാമത്തിലെ ഒരു പഴയ തറവാട് വീട്. പുറമേ നിന്ന് നോക്കിയാൽ സമാധാനപൂർണമെന്ന് തോന്നുമെങ്കിലും ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ 2 വ്യത്യസ്ത ലോകങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ഒരേ അച്ഛന്റെ രക്തമാണെങ്കിലും പ്രകൃതി അവർക്ക് നൽകിയ രൂപഭാവങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഒരാൾ വെളിച്ചത്തിന്റെ പ്രതീകമാണെങ്കിൽ മറ്റൊരാൾ ഇരുട്ടിന്റെ നിഴലായിട്ടാണ് ആ വീട്ടിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. സൈമ അതീവ സുന്ദരിയായിരുന്നു. പാൽ പോലെ വെളുത്ത നിറം, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം, പട്ടുപോലെയുള്ള മുടി, തേൻ തുള്ളികൾ വീണതുപോലെയുള്ള മധുരമായ സംസാരം. അവൾ നടന്നു പോകുന്ന വഴികളെല്ലാം ആളുകൾ അവളെ നോക്കി നിൽക്കും. സ്ത്രീകൾ അവൾക്ക് ദീർഘായുസ് നേരും. പുരുഷന്മാർ അവളിൽ തങ്ങളുടെ സ്വപ്ന സുന്ദരിയെ കണ്ടെത്തും. സൈമയുടെ ഉമ്മ ആയിഷ ബീഗം എന്നും അവളെ കണ്ണാടിയുടെ മുന്നിലിരുത്തി പുകഴ്ത്തുമായിരുന്നു. എന്റെ പൊന്നുമോളെ, നീ ഭാഗ്യവതിയാണ്. നിന്റെ വെളുത്ത നിറം നിനക്ക് വലിയൊരു ഭാവി നൽകും എന്നുമ്മ പറയുമ്പോൾ സൈമയുടെ ഉള്ളിൽ ഒരു പ്രത്യേക അഹങ്കാരം വളർന്നു. ആ അഹങ്കാരം അവളുടെ നോട്ടത്തിലും നടത്തത്തിലും പ്രകടമായിരുന്നു. എന്നാൽ റംഷയുടെ ലോകം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവൾ മൂത്ത സഹോദരിയായിരുന്നുവെങ്കിലും ആ വീട്ടിൽ അവൾക്കൊരു വേലക്കാരിയുടെ പരിഗണന പോലും ലഭിച്ചിരുന്നില്ല. റംഷയുടെ നിറം കറുപ്പായിരുന്നു. അല്പം ഇരുണ്ട നിറമല്ല, മറിച്ച് കരി പോലെ കറുത്ത നിറം. ആളുകൾ അവളെ കാണുന്നത് പോലും ഒരു അപശകുനമായി കരുതിയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ റംഷയുടെ മുഖം കണ്ടാൽ ആ ദിവസം നശിച്ചു പോകും എന്നൊരു ചൊല്ല് പോലും ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. അവളെല്ലാം സഹിച്ചു. തന്റെ കറുത്ത നിറം ഒരു ജന്മപാപമാണെന്ന് അവൾ വിശ്വസിച്ചു. സ്വന്തം വീട്ടിൽ തന്നെ അവൾ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ആയിഷ ബീഗത്തിന്റെ പെരുമാറ്റം റംഷയോട് അതീവ ക്രൂരമായിരുന്നു. സൈമക്ക് സ്നേഹവും ഉമ്മകളും നൽകിയ ഉമ്മ റംഷക്ക് നൽകിയിരുന്നത് അവഗണനയും ചീത്തവിളികളും മാത്രമാണ്. പലപ്പോഴും റംഷ ചിന്തിക്കുമായിരുന്നു, ഇവരെന്റെ പ്രസവിച്ച ഉമ്മ തന്നെയാണോ എന്ന്. മക്കളെത്ര വൈരൂപ്യമുള്ളവരാണെങ്കിലും ഉമ്മമാർക്ക് അവർ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിമാരായിരിക്കും എന്നാണ് ലോകം പറയുന്നത്. പക്ഷേ ഇവിടെയെല്ലാം തലതിരിച്ചാണ്. ലോകത്തേക്കാൾ കൂടുതൽ സ്വന്തം ഉമ്മയാണ് റംഷയെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിരുന്നത്. സൈമയാകട്ടെ ഉമ്മയുടെ പ്രോത്സാഹനത്തോടെ റംഷയെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. കറുത്തവളെ, നീ ഒരു പാഴ്ജന്മമാണല്ലോ എന്ന് സൈമ പറയുമ്പോൾ റംഷ അടുക്കളയുടെ ഇരുണ്ട മൂലയിലേക്ക് ഒതുങ്ങി നിൽക്കും. റംഷയുടെ ജീവിതം വീട്ടുജോലികൾക്കിടയിൽ തളച്ചിടപ്പെട്ടിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൾ എഴുന്നേൽക്കും. മുറ്റമടിക്കണം, പാത്രങ്ങൾ കഴുകണം, പശുക്കൾക്ക് തീറ്റ കൊടുക്കണം, അടുപ്പ് പുകക്കണം. ഈ കഠിനമായ ജോലികളെല്ലാം ചെയ്താലും അവൾക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. അവളുടെ നിറം കറുപ്പായതുകൊണ്ട് അവൾക്ക് വിശപ്പില്ലെന്നും അവൾക്കുറക്കം ആവശ്യമില്ലെന്നും ആയിഷ ബീഗം കരുതി. റംഷ രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളോട് സംസാരിക്കുമായിരുന്നു. റബ്ബേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എന്റെ നിറം കാരണം എല്ലാവരും എന്നെ വെറുക്കുന്നു എന്നവൾ തേങ്ങിക്കരയുമായിരുന്നു. ആ വീട്ടിൽ റംഷക്ക് ആകെയുള്ള ഒരേ ഒരു ആശ്വാസം അവളുടെ ഉപ്പയാണ്. അദ്ദേഹം അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിലും ആയിഷ ബീഗത്തിന്റെ ആധിപത്യത്തിനു മുന്നിൽ പലപ്പോഴും അദ്ദേഹത്തിന് മൗനം പാലിക്കേണ്ടി വന്നു. ഉപ്പ റംഷയെ നോക്കി നെടുവീർപ്പിടുമായിരുന്നു. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കത അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ നിഷ്കളങ്കത കാണാൻ സൈമക്കോ അവളുടെ ഉമ്മക്കോ കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. സൈമ തന്റെ വിവാഹ സ്വപ്നങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ റംഷ തന്റെ അസ്തിത്വം എവിടെയാണെന്ന് അന്വേഷിക്കുകയായിരുന്നു. വിവേചനത്തിന്റെ ഈ വലിയ മതിൽക്കെട്ടിനുള്ളിൽ അവളുടെ യൗവനം ഹോമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. റംഷയുടെ ജീവിതത്തിലെ ദുരിതപൂർണമായ നാളുകൾക്ക് കഠിനത കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. അവളുടെ ഏക അത്താണിയായിരുന്ന ഉപ്പ രോഗബാധിതനായി കിടപ്പിലായി. വീടിന്റെ ഐശ്വര്യവും വെളിച്ചവും അസ്തമിക്കുന്നത് പോലെ ആ കുടുംബം നിശബ്ദമായി. എന്നാൽ ആ നിശബ്ദതയിലും വിവേചനത്തിന്റെ വിഷം പടരുന്നുണ്ടായിരുന്നു. ഉപ്പയെ പരിചരിക്കാൻ സൈമയോ ആയിഷ ബീഗമോ തയ്യാറായില്ല. രോഗക്കിടക്കയിൽ കിടക്കുന്ന ഉപ്പയുടെ അരികിലിരുന്ന് അദ്ദേഹത്തിന്റെ കാലുകൾ തടവിക്കൊടുക്കാനും മരുന്നുകൾ നൽകാനും റംഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുറിയിലെ പഴയ ഫാൻ സാവധാനം കറങ്ങിക്കൊണ്ടിരുന്നു. അതതിന്റെ അവസാന ശ്വാസം എണ്ണുന്നത് പോലെ തോന്നിപ്പിച്ചു. ഉപ്പയുടെ ശ്വാസം താളം തെറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പകുതി തുറന്ന അവസ്ഥയിലാണ്. എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹം റംഷയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ വിറക്കുന്ന കൈകൾ റംഷയുടെ കറുത്ത കൈകളിൽ മുറുകെ പിടിച്ചു. ലോകം മുഴുവൻ അവളെ ശപിക്കുമ്പോഴും ആ ഉപ്പയുടെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹവും കരുണയും നിറഞ്ഞിരുന്നു. മോളെ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകണം. പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. ആ സമയത്താണ് സൈമയും ആയിഷ ബീഗവും അങ്ങോട്ട് വന്നത്. അവർ ഉപ്പയുടെ ആരോഗ്യത്തെക്കാൾ കൂടുതൽ ഭയപ്പെട്ടത് റംഷയുടെ സാന്നിധ്യത്തെയാണ്. ആയിഷ ബീഗം ആക്രോശിച്ചു, അല്ലടി ശകുനപ്പിഴയെ, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നിന്റെ ഈ കറുത്ത മുഖം കണ്ടാൽ നിന്റെ ഉപ്പയുടെ ആത്മാവിന് പോലും സമാധാനം ലഭിക്കില്ല. ഉപ്പയുടെ
ഉപ്പയുടെ അവസാന നിമിഷങ്ങളിൽ നിന്റെ നിഴൽ പോലും അദ്ദേഹത്തിന്റെ മേൽ വീഴരുത്. സൈമയും ഉമ്മയെ പിന്തുണച്ചു. ഉമ്മ, ഇവളെ ഇവിടുന്ന് മാറ്റൂ. ഉപ്പ ഇവളെ കണ്ടാൽ അസ്വസ്ഥനാകും എന്ന് സൈമ പരിഹസിച്ചു. റംഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പയുടെ പാദങ്ങളിൽ വീണ് വന്ദിച്ചു. തന്റെ ഉപ്പയുടെ അവസാന നിമിഷങ്ങളിൽ പോലും അരികിലിരിക്കാൻ അവകാശമില്ലാത്ത മകളായി അവൾ മാറി. അവൾ മുറിക്ക് പുറത്തേക്ക് ഓടിപ്പോയി. അല്പസമയത്തിനകം ആ വീട്ടിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. റംഷയുടെ ഉപ്പ ഈ ലോകത്തിനോട് വിട പറഞ്ഞു. ഉപ്പയുടെ മരണശേഷം റംഷയുടെ ജീവിതം കൂടുതൽ ഇരുളടഞ്ഞു. ആയിഷ ബീഗത്തിന് ഇനി ആരെയും ഭയപ്പെടാനില്ലായിരുന്നു. ഉപ്പയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുപോയതിനു പിന്നാലെ റംഷയെ ആ വീട്ടിലെ ഒരു പഴയ സ്റ്റോർ റൂമിലേക്ക് മാറ്റി. അവിടെ വെളിച്ചം കടക്കാത്ത ഒരു ജനൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പൊടി പിടിച്ച തറയും തുരുമ്പിച്ച കട്ടിലുമായിരുന്നു അവളുടെ പുതിയ ലോകം. സൈമയുടെ പഴയ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറിയായി അത് മാറി. വീട്ടിലെ എല്ലാ ജോലികളും റംഷയുടെ ചുമതലയായി. പുലർച്ചെ എഴുന്നേറ്റ് മുറ്റമടിക്കണം, പാത്രങ്ങൾ കഴുകണം, പശുക്കളെ നോക്കണം, വസ്ത്രങ്ങൾ അലക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ സൈമയുടെ കുറ്റപ്പെടുത്തലുകളും ഉമ്മയുടെ പരിഹാസങ്ങളും സഹിക്കണം. നോക്കൂ, ഇവളെ കണ്ടാൽ ഇപ്പോൾ ഒരു യഥാർത്ഥ വേലക്കാരിയെ പോലെയുണ്ട്. കറുത്ത നിറം, ഇപ്പോൾ ദാ കറുത്ത ജീവിതം എന്ന് സൈമ ചിരിച്ചുകൊണ്ട് പറയും. റംഷ നിശബ്ദയായിരുന്നു. ആ നിശബ്ദതയിൽ അവൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, ഉപ്പ അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നോ? അവളുടെ ഈ ദുരിതങ്ങൾക്കിടയിലാണ് ഒരു ദിവസം അവൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. ആയിഷ ബീഗം റംഷയുടെ സ്വന്തം ഉമ്മയല്ല, മറിച്ച് രണ്ടാനമ്മയാണ്. റംഷ ജനിച്ചപ്പോൾ തന്നെ അവളുടെ സ്വന്തം ഉമ്മ മരിച്ചുപോയി. ഉപ്പ പിന്നീട് ആയിഷയെ വിവാഹം കഴിക്കുകയായിരുന്നു. അതിൽ ജനിച്ച മകളാണ് സൈമ. ഈ വെളിപ്പെടുത്തൽ റംഷയുടെ ഉള്ളിലെ എല്ലാ സ്നേഹബന്ധങ്ങളെയും തകർത്ത് കളഞ്ഞു. തന്നെ പ്രസവിച്ച ഉമ്മയല്ലാത്തത് കൊണ്ടാണ് തന്നോട് ഇത്രയും വിദ്വേഷം കാണിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സൈമയുടെ സൗന്ദര്യത്തിനു മുന്നിൽ റംഷ ഒരു തടസ്സമാകുമെന്ന് ആയിഷ ബീഗം ഭയപ്പെട്ടു. തന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഫോട്ടോകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് തേങ്ങിക്കരഞ്ഞു. സ്വന്തം വീട്ടിൽ തന്നെ അവളൊരു അടിമയായി മാറി. എങ്കിലും അവൾ അവരോട് പക കാണിച്ചില്ല. തന്റെ വിധി ഇതാണെന്ന് കരുതി അവൾ സമാധാനിക്കാൻ ശ്രമിച്ചു. എന്നാൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അവൾ അറിഞ്ഞിരുന്നില്ല. റംഷയുടെ ജീവിതം ആ പഴയ സ്റ്റോർ റൂമിലെ ഇരുട്ടിൽ തളച്ചിടപ്പെട്ടിരിക്കുമ്പോഴാണ് ഗ്രാമത്തിൽ ഒരു വലിയ വാർത്ത പരന്നത്. അയൽ ഗ്രാമത്തിലെ പ്രശസ്തനായ ചൗധരിയുടെ മകൻ വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. അതീവ സുന്ദരനും വിദ്യാസമ്പന്നനുമായ ആ യുവാവിന് അനുയോജ്യമായ ഒരു വധുവിനെ അവർ തിരയുകയായിരുന്നു. ആയിഷ ബീഗത്തിന്റെ ചെവിയിൽ ഈ വിവരം എത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. തന്റെ മകൾ സൈമക്ക് ഇതിലും നല്ലൊരു ആലോചന ഇനി ലഭിക്കാനില്ലെന്ന് അവൾ ഉറപ്പിച്ചു. ഉടൻ തന്നെ ഒരു ഇടനിലക്കാരി വഴി സൈമയുടെ ഫോട്ടോയും വിവരങ്ങളും അവർക്ക് കൈമാറി. സൈമയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അവർ പെൺകുട്ടിയെ നേരിട്ട് കാണാൻ വരാമെന്ന് സമ്മതിച്ചു. ആ ദിവസം ആയിഷ ബീഗത്തിന്റെയും സൈമയുടെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. വീട് മുഴുവൻ ചായമടിച്ച് വൃത്തിയാക്കി, പുതിയ കർട്ടനുകൾ ഇട്ടു. ഈ ജോലികളെല്ലാം ചെയ്തത് റംഷയാണ്. പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ അവൾ വിശ്രമമില്ലാതെ പണിയെടുത്തു. എന്നാൽ അതിഥികൾ വരുന്ന ദിവസം റംഷയെ വീടിന്റെ മുൻഭാഗത്ത് പോലും കാണരുതെന്ന് ആയിഷ ബീഗം കർശനമായി പറഞ്ഞു. എടി ശകുനപ്പിഴയെ, നീ ആ സ്റ്റോർ റൂമിൽ കയറി വാതിലടച്ചിരുന്നു. നിന്റെ കറുത്ത രൂപം കണ്ട് ആരെങ്കിലും പേടിച്ചാൽ എന്റെ മകളുടെ കല്യാണം മുടങ്ങും. നിന്നെപ്പോലെ ഒരു കറുത്തവളെ ആരും വേലക്കാരിയായി പോലും വീട്ടിൽ കയറ്റില്ല. അത് നീ ഓർത്തോ എന്ന് ആയിഷ ആക്രോശിച്ചു. സൈമ അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി. ചുവന്ന ചുരിദാറും കയ്യിൽ റോസാപ്പൂക്കളും മുടിയിൽ മുല്ലപ്പൂക്കളുമായി അവൾ നിൽക്കുമ്പോൾ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഒരു മാലാഖയെ പോലെയുണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടെ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. റംഷയുടെ അരികിലൂടെ പോകുമ്പോൾ അവൾ പുച്ഛത്തോടെ നോക്കി. നിന്റെ ഈ കണ്ണുകൾ എന്റെ മേൽ പതിപ്പിക്കരുത്. നിന്റെ ശകുനപ്പിഴ കാരണം ഈ ആലോചന തടസ്സപ്പെട്ടാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. റംഷ ഒന്നും മിണ്ടിയില്ല. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അവൾ ആ ഇരുണ്ട മുറിയിലേക്ക് നടന്നു. ഒരു കഷ്ണം ഉണങ്ങിയ ചപ്പാത്തി മാത്രമായിരുന്നു അന്ന് അവളുടെ ഭക്ഷണം. അല്പസമയത്തിനകം അതിഥികൾ ആഡംബര കാറിൽ വീട്ടുമുറ്റത്തെത്തി. ആയിഷ ബീഗം അതിഥികളെ സ്വീകരിച്ചു. ചായയും പലഹാരങ്ങളുമായി സൈമ നാണത്തോടെ അവരുടെ മുന്നിലെത്തി. ആ യുവാവ് അസ്ലൻ അതീവ ശാന്തനായിരുന്നു. അവന്റെ കണ്ണുകളിൽ സൈമയുടെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ സത്യസന്ധതക്കായുള്ള തിരച്ചിലായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ അസ്ലൻ ഫോണിൽ സംസാരിക്കാനായി മുറ്റത്തെ തണലിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് സ്റ്റോർ റൂമിലെ ചെറിയ ജനൽപാളികൾക്കിടയിലൂടെ ഒരു തേങ്ങൽ അവന്റെ കാതുകളിൽ പതിച്ചത്. അവൻ ആ പഴയ മുറിയുടെ അടുത്തേക്ക് നടന്നു. ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയ അസ്ലൻ കണ്ടത് ഹൃദയഭേഗമായ ഒരു കാഴ്ചയാണ്. കരി പോലെ കറുത്ത
കറുത്ത ഒരു പെൺകുട്ടി നിസ്കാരപ്പായയിൽ ഇരുന്ന് കണ്ണീർ വാർക്കുന്നു. പടച്ചവനെ, നിന്റെ ഈ ലോകം എത്ര ക്രൂരമാണ്. നീ പടച്ച ഒരു ജീവനല്ലേ ഞാൻ. എന്തിനാണ് എല്ലാവരും എന്നെ ഇത്രമാത്രം വെറുക്കുന്നത്? അവളുടെ വാക്കുകൾ അസ്ലന്റെ ഉള്ളിൽ തറച്ചു. അവളുടെ കറുത്ത നിറത്തിനു പിന്നിൽ ഒരു അപൂർവമായ നിഷ്കളങ്കതയും തേജസ്സും അവൻ കണ്ടു. അസ്ലൻ നേരെ അകത്തേക്ക് കയറിച്ചെന്നു. എല്ലാവരും അവനെ നോക്കി. അവൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, ആ സ്റ്റോർ റൂമിൽ ഇരിക്കുന്നത് ആരാണ്? ആയിഷയും സൈമയും ആകെ പരിഭ്രമിച്ചു. അത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്. അവൾക്ക് വട്ടാണ്, അതുകൊണ്ട് പൂട്ടിയിരിക്കുകയാ എന്ന് ആയിഷ കള്ളം പറഞ്ഞു. എന്നാൽ അസ്ലൻ വിട്ടില്ല. അവൻ തന്റെ ഉമ്മയെ മാറ്റി നിർത്തി പറഞ്ഞു, ഉമ്മ, എനിക്ക് സൈമയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് ആ മുറിയിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ മതി. അസ്ലന്റെ ഉമ്മ ഈ വിവരം ആയിഷയോട് പറഞ്ഞു. എന്റെ ചന്ദ്രനെ പോലെയുള്ള മകളെ വേണ്ടെന്ന് വെച്ച് ആ കറുത്തവളെ വേണമെന്നോ? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ആയിഷ ആക്രോശിച്ചു. അസ്ലനും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിഥികൾ പോയ ഉടനെ ആയിഷയും സൈമയും റംഷയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു. അവർ അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് വലിച്ചഴച്ചു. നീ ഞങ്ങളെ നാണം കെടുത്തി. എന്ത് മന്ത്രം ഉപയോഗിച്ചാണ് നീ അവനെ വശീകരിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ അവളെ ക്രൂരമായി മർദ്ദിച്ചു. റംഷയുടെ കരച്ചിൽ ആരും കേട്ടില്ല. സൈമ അവളെ ചവിട്ടുകയും പരിഹസിക്കുകയും ചെയ്തു. അന്ന് രാത്രി റംഷ ഒരു തീരുമാനമെടുത്തു. തന്റെ സാന്നിധ്യം ഈ വീട്ടിൽ എല്ലാവർക്കും ദുരിതമാണ്. അവൾ ആരും കാണാതെ തന്റെ ചെറിയ പൊതിയുമായി ആ വീട് വിട്ടിറങ്ങി. പോകുന്നതിന് മുമ്പ് ഒരു കത്തവൾ അവിടെ വെച്ചു. ഞാൻ പോകുന്നു. എന്റെ കറുത്ത നിറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. ഉപ്പയുടെ ഓർമ്മകൾ മാത്രം എനിക്ക് മതി. പാതിരാത്രി ലക്ഷ്യമില്ലാതെ റംഷ നടന്നു നീങ്ങി. കാലിലെ മുറിവുകളിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. വിശപ്പും ദാഹവും അവളെ തളർത്തി. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ അവൾ ഒരു വലിയ കാടിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. അവിടെ ജനവാസം കുറവായിരുന്നു. തളർന്നു വീഴാറായ റംഷ ദൂരെ ഒരു ചെറിയ കുടിൽ കണ്ടു. ആ കുടിലിന് ചുറ്റും അപൂർവമായ ചെടികളും പൂക്കളും നിറഞ്ഞിരുന്നു. ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ തനിയെ ഇരിക്കുന്നത് കണ്ട് അവൾ സാവധാനം അങ്ങോട്ട് നീങ്ങി. വെള്ള വസ്ത്രം ധരിച്ച് പ്രകാശപൂരിതമായ കണ്ണുകളുള്ള ആ വൃദ്ധൻ ഒരു വലിയ വൈദ്യനായിരുന്നു. റംഷയെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടില്ല. മറിച്ച് വളരെ കാലമായി അവളെ കാത്തിരുന്നതുപോലെ സ്നേഹത്തോടെ നോക്കി. റംഷ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്റെ കറുത്ത നിറം കാരണം എല്ലാവരും എന്നെ വെറുക്കുന്നു. എനിക്ക് ജീവിക്കാൻ ഒരിടം നൽകുമോ എന്നവൾ തേങ്ങി. വൈദ്യൻ അവളുടെ തലയിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അവളുടെ നരമ്പുകൾ പരിശോധിച്ച ശേഷം അദ്ദേഹം ആഴത്തിൽ ഒരു നെടുവീർപ്പിട്ടു. മോളെ, നിന്റെ ഈ അവസ്ഥ നിന്റെ വിധിയല്ല, മറിച്ച് മനുഷ്യരുടെ ക്രൂരതയാണ്, വൈദ്യൻ പറഞ്ഞു. റംഷ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം തുടർന്നു, നീ ജനിച്ചപ്പോൾ ചന്ദ്രനെ പോലെ സുന്ദരിയായിരുന്നു. എന്നാൽ നിന്റെ രണ്ടാനമ്മ നിന്റെ സൗന്ദര്യത്തിൽ അസൂയ പൂണ്ട്. നീ വെറും ഒരു വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ നിനക്ക് ചില വിഷമരുന്നുകൾ കലർത്തി നൽകി. ആ മരുന്നിന്റെ ഫലമാണ് നിന്റെ ചർമ്മം ഇത്രയും കറുത്തുപോയത്. നിന്റെ യഥാർത്ഥ രൂപം ഈ കറുപ്പിനു പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ സത്യം കേട്ട റംഷ സ്തംഭിച്ചുപോയി. തന്നെ സ്നേഹിക്കേണ്ടവർ തന്നെ ഇത്രയും വലിയൊരു ചതിക്ക് ഇരയാക്കിയതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. താൻ ഇത്രയും കാലം അനുഭവിച്ച പരിഹാസങ്ങളും വേദനകളും സ്വന്തം വീട്ടുകാരുടെ ഗൂഢാലോചനയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തകർന്നുപോയി. ഭയപ്പെടേണ്ട മോളെ, നിന്നെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ അതിന് നിന്റെ ക്ഷമയും പ്രാർത്ഥനയും വേണം. അന്നു മുതൽ റംഷ ആ കുടിലിൽ താമസിച്ചു. വൈദ്യൻ കാട്ടിലെ അപൂർവമായ ഇലകളും വേരുകളും ഉപയോഗിച്ച് മരുന്നുകൾ തയ്യാറാക്കി. ഓരോ ദിവസവും പുലർച്ച റംഷ പ്രാർത്ഥനയോടെ ആ മരുന്നുകൾ ഉപയോഗിച്ചു. വൈദ്യൻ അവൾക്ക് ശാരീരികമായ ചികിത്സ മാത്രമല്ല, മാനസികമായ കരുത്തും നൽകി. അദ്ദേഹം തന്റെ പക്കലുള്ള വൈദ്യശാസ്ത്ര അറിവുകൾ അവൾക്ക് പകർന്നു നൽകാൻ തുടങ്ങി. സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും റംഷ പഠിച്ചു. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ അവളുടെ മനസ്സിന്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. തന്റെ നിറം മാറുമോ എന്നതിനേക്കാൾ തന്നെ ഒരു മനുഷ്യനായി പരിഗണിക്കുന്ന ഒരാളുടെ കൂടെ കഴിയുന്നതിൽ അവൾ സന്തോഷിച്ചു. വിധി അവളെ മരണത്തിന്റെ വക്കിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിന്റെ വാതിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വൈദ്യന്റെ കുടിലിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ റംഷയുടെ ചികിത്സ ആഴ്ചകൾ പിന്നിട്ടു. ഓരോ പുലർച്ചെയും അവൾക്ക് പുതിയൊരു പ്രതീക്ഷയായിരുന്നു. വൈദ്യൻ നൽകുന്ന പ്രത്യേക ഔഷധക്കൂട്ടുകൾ അവൾ ശരീരത്തിൽ ലേപനം ചെയ്യുകയും നിർദ്ദേശിച്ച കാര്യങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്തു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കണ്ടില്ലെങ്കിലും രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴേക്കും അവളുടെ ചർമ്മത്തിൽ ഒരു പ്രത്യേക തരം ഇക്കിളി അനുഭവപ്പെടാൻ തുടങ്ങി. മൂന്നാമത്തെ ആഴ്ചയുടെ ഒരു ശുഭപ്രഭാതത്തിൽ കുളി കഴിഞ്ഞു വന്ന റംഷ തന്റെ പ്രതിബിംബം വെള്ളത്തിൽ നോക്കി സ്തംഭിച്ചുപോയി. അവളുടെ കരി പുരണ്ടതുപോലെയുള്ള കറുത്ത നിറം പതുക്കെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. കറുപ്പിനടിയിൽ നിന്നും പാൽ പോലെ വെളുത്ത തിളക്കമുള്ള ചർമ്മം പുറത്തേക്ക് വരുന്നു. അവൾ വിറക്കുന്ന കൈകളോടെ തന്റെ മുഖത്ത് തൊട്ടുനോക്കി. ഇത് ഞാനാണോ? അവൾ അത്ഭുതപ്പെട്ടു.
അത്ഭുതപ്പെട്ടു. വൈദ്യൻ അരികിലെത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നിന്റെ ഉള്ളിലെ വിഷാംശം പുറത്തു പോയിരിക്കുന്നു. ഇതാണ് നിന്റെ യഥാർത്ഥ മുഖം. നിന്റെ രണ്ടാനമ്മ നിന്നിൽ നിന്നും തട്ടിയെടുത്ത നിന്റെ അവകാശം അള്ളാഹു നിനക്ക് തിരികെ നൽകുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും റംഷ അതീവ സുന്ദരിയായി മാറി. അവളുടെ മുടി പട്ടുപോലെ മിനുസുള്ളതായി, കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ഗ്രാമത്തിൽ കണ്ടിരുന്ന സൈമയുടെ സൗന്ദര്യത്തെക്കാൾ എത്രയോ മടങ്ങ് തേജസ് ഇപ്പോൾ റംഷയുടെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ ഈ സൗന്ദര്യം അവളെ അഹങ്കാരിയാക്കിയില്ല. താൻ അനുഭവിച്ച വേദനകൾ ലോകത്ത് ഇനി ആരും അനുഭവിക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു. വൈദ്യൻ തന്റെ പക്കലുള്ള എല്ലാ രഹസ്യ ഔഷധക്കൂട്ടുകളും ചികിത്സാ രീതികളും റംഷക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവളൊരു മികച്ച വൈദ്യയായി മാറി. രോഗികളെ സ്നേഹത്തോടെയും കരുണയോടെയും എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് അവൾ പഠിച്ചു. അവളുടെ കൈകളിൽ ഒരു പ്രത്യേക മാന്ത്രികത ഉണ്ടായിരുന്നു. അവൾ നൽകുന്ന മരുന്നുകൾ രോഗികൾക്ക് വേഗത്തിൽ ആശ്വാസം നൽകി. ഒരു രാത്രി വൈദ്യന്റെ കുടിലിന് പുറത്ത് അദ്ദേഹം ആരോടോ സംസാരിക്കുന്നത് റംഷ കേട്ടു. അതൊരു പഴയ പരിചയക്കാരനായിരുന്നു. നീ അന്ന് നൽകിയ ആ വിഷമരുന്ന് ഒരു കുഞ്ഞിന്റെ ജീവൻ തകർക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന അപരിചിതൻ പറയുന്നത് കേട്ട് റംഷ ഞെട്ടിപ്പോയി. തന്റെ രണ്ടാനമ്മ എത്രത്തോളം ക്രൂരമായിട്ടാണ് തന്നെ ചതിച്ചതെന്ന് അവൾ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു, അല്ലാ, അവർക്ക് മാപ്പ് നൽകണമേ. ചികിത്സ പൂർത്തിയായപ്പോൾ വൈദ്യൻ റംഷയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു. മോളെ, നിന്റെ സേവനം ഇനി ലോകത്തിന് ആവശ്യമാണ്. നഗരത്തിൽ എന്റെ മകൻ അസ്ലൻ ഒരു വലിയ ആശുപത്രി നടത്തുന്നുണ്ട്. നീ അങ്ങോട്ട് പോകണം. അവിടെ നിനക്ക് അർഹമായ സ്ഥാനവും ബഹുമാനവും ലഭിക്കും. റംഷ കണ്ണീരോടെ തന്റെ ഗുരുവായ ആ പിതാവിനെ വന്ദിച്ചു. തന്നെ പുനർജനിപ്പിച്ച ആ കുടിലിനോടും കാടിനോടും യാത്ര പറഞ്ഞ് അവൾ നഗരത്തിലേക്ക് തിരിച്ചു. അവളുടെ കൈവശം ഇപ്പോൾ സൗന്ദര്യം മാത്രമല്ല, ആയിരങ്ങളെ സുഖപ്പെടുത്താൻ ശേഷിയുള്ള അറിവിന്റെ വലിയൊരു ഖജനാവ് കൂടി ഉണ്ടായിരുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആ കെട്ടിടം കണ്ടപ്പോൾ അവൾക്ക് ആദ്യം അല്പം പരിഭ്രമം തോന്നിയെങ്കിലും തന്റെ പക്കലുള്ള അറിവിലും അള്ളാഹുവിലും അവൾ വിശ്വസിച്ചു. ആശുപത്രിയുടെ ഉടമസ്ഥനായ ഡോക്ടർ അസ്ലനെ കാണാനായി അവൾ അനുവാദം ചോദിച്ചു. അസ്ലൻ അന്ന് അവളുടെ വീട്ടിൽ വന്ന് അവളുടെ കറുത്ത നിറത്തിനു പിന്നിലെ നിഷ്കളങ്കത കണ്ട് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അതേ യുവാവ്. പക്ഷെ ഇന്ന് റംഷയുടെ രൂപം പാടെ മാറിയിരിക്കുന്നു. പാൽ പോലെ വെളുത്ത നിറവും നീല കണ്ണുകളുമുള്ള ഈ സുന്ദരിയാണ് അന്ന് താൻ കണ്ട ആ പെൺകുട്ടിയെന്ന് തിരിച്ചറിയാൻ അസ്ലന് കഴിയില്ലായിരുന്നു. റംഷ തന്റെ ഗുരുവായ വൈദ്യൻ നൽകിയ കത്ത് അസ്ലന് നൽകി. കത്ത് വായിച്ച അസ്ലന്റെ മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. തന്റെ പിതാവ് ഇത്രയധികം പുകഴ്ത്തി എഴുതിയ ഈ പെൺകുട്ടി വെറും ഒരു സഹായിയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്റെ ഉപ്പ നിങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അസ്ലൻ പറഞ്ഞു. റംഷ അവിടെ സേവനം ആരംഭിച്ചു. അവളുടെ പെരുമാറ്റവും ചികിത്സാ രീതിയും ആശുപത്രിയിലെ ജീവനക്കാരെയും രോഗികളെയും ഒരേപോലെ ആകർഷിച്ചു. കഠിനമായ രോഗം ബാധിച്ചവർ പോലും റംഷയുടെ സ്നേഹപൂർണമായ പരിചരണത്തിൽ വേഗത്തിൽ സുഖം പ്രാപിച്ചു. അസ്ലൻ റംഷയെ നിശബ്ദമായി നിരീക്ഷിച്ചു. അവളുടെ ജോലിയിലുള്ള സമർപ്പണവും സൗമ്യതയും അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. ലോകത്തിലെ എത്രയോ സുന്ദരികളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ റംഷയുടെ സൗന്ദര്യത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് അവളുടെ ആത്മാവിൽ നിന്നുള്ള പ്രകാശമാണ്. ഒരു വൈകുന്നേരം ആശുപത്രിയുടെ മനോഹരമായ പൂന്തോട്ടത്തിൽ വെച്ച് അസ്ലൻ റംഷയോട് സംസാരിച്ചു. നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരടുപ്പം തോന്നുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ എവിടെയോ കണ്ടുപിടിച്ച ഒരു പരിചയമുണ്ട്, അസ്ലൻ പറഞ്ഞു. റംഷ പതുക്കെ ചിരിച്ചു. അവൾ തന്റെ ഭൂതകാലം അവനോട് വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. ഡോക്ടർ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിലെ ഇരുണ്ട മുറിയിൽ നിങ്ങൾ കണ്ട ആ കറുത്ത പെൺകുട്ടിയാണ് ഞാൻ. എന്റെ രണ്ടാനുമ്മയുടെ ക്രൂരതയിൽ എന്റെ നിറം നഷ്ടപ്പെട്ടതായിരുന്നു. നിങ്ങളുടെ പിതാവാണ് എന്നെ ഈ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഈ സത്യം കേട്ട് അസ്ലൻ അത്ഭുതപ്പെട്ടു. താൻ അന്ന് തേടിയ ആ നിഷ്കളങ്കത ഇന്ന് തന്റെ മുന്നിൽ പൂർണ്ണതയോടെ നിൽക്കുന്നു. അസ്ലന്റെ കണ്ണുകൾ നിറഞ്ഞു. റംഷ, അന്ന് ഞാൻ നിന്റെ നിറമല്ല കണ്ടത്, നിന്റെ ആത്മാവാണ്. ഇന്ന് അല്ലാഹു നിന്നെ വീണ്ടും എന്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു, അവൻ പറഞ്ഞു. താമസിയാതെ ഡോക്ടർ അസ്ലനും റംഷയും വിവാഹിതരായി. റംഷ ഇപ്പോൾ ഡോക്ടർ റംഷ അസ്ലനാണ്. അവൾ ആ ആശുപത്രിയുടെ നെടും തൂണായി മാറി. പാവപ്പെട്ടവർക്ക് അവൾ ഒരു കാവൽ മാലാഖയായി. പത്രങ്ങളിലും മാധ്യമങ്ങളിലും റംഷയുടെ വിജയ കഥകൾ നിറഞ്ഞു. ഒരിക്കൽ ശകുനപ്പിഴ എന്ന് വിളിച്ച് ആട്ടിയോടിക്കപ്പെട്ടവൾ ഇന്ന് ആയിരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന മാലാഖയായി ഉയർന്നു. റംഷയുടെ ജീവിതം നഗരത്തിൽ ഐശ്വര്യത്തിന്റെയും സേവനത്തിന്റെയും പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ അവളുടെ പഴയ ഗ്രാമത്തിൽ കാലം മറ്റൊരു വിധിയാണ് കരുതി വെച്ചിരുന്നത്. വിധി എന്നത് ഒരു ചക്രം പോലെയാണ്. സൈമയുടെയും ആയിഷ ബീഗത്തിന്റെയും ജീവിതത്തിൽ ആ ഇരുണ്ട കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ വെളുത്ത നിറത്തിലും സൗന്ദര്യത്തിലും അമിതമായ അഹങ്കരിച്ചിരുന്ന അവർക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. സൈമയുടെ
സൈമയുടെ വിവാഹം നടന്നത് അതീവ സമ്പന്നൻ എന്നു കരുതിയ ഒരു യുവാവുമായിട്ടായിരുന്നു. ആയിഷ ബീഗം അയൽപ്പക്കക്കാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അഹങ്കരിച്ച് നടന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ആ ബന്ധത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. സൈമയുടെ ഭർത്താവ് ഒരു കടുത്ത മദ്യപാനിയും ചൂതാട്ടക്കാരനുമായിരുന്നു. സൈമയുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും അയാൾ ഓരോന്നായി ചൂതാട്ടത്തിൽ തുലച്ചു. ഒടുവിൽ തറവാട് വീട് പോലും അയാൾക്ക് പണയം വെക്കേണ്ടി വന്നു. സൈമയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചിരുന്ന ആ നാവുകളിപ്പോൾ അവളെ തെറി വിളിക്കാനും മർദ്ദിക്കാനും മാത്രമാണ് ഉപയോഗിച്ചത്. ഒരു ദിവസം രാത്രി കടുത്ത ദേഷ്യത്തിൽ അയാൾ സൈമയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. ആഡംബരങ്ങളുടെ മട്ടുപാവിയിലിരുന്ന സൈമ പെരുവഴിയിലായി. ആയിഷ ബീഗത്തിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമായിരുന്നു. റംഷയെ ക്രൂരമായി പീഡിപ്പിക്കാൻ കൂട്ടുനിന്ന അതേ കൈകാലുകൾക്ക് പക്ഷാഘാതം സംഭവിച്ചു. അവൾ കിടപ്പിലായി. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവ്യക്തമായ ശബ്ദങ്ങൾ മാത്രമേ പുറത്തു വന്നുള്ളൂ. നോക്കാനും പരിചരിക്കാനും ആരുമില്ലാതെ അവൾ പട്ടിണിയായി. ഒരിക്കൽ റംഷയെ മൃഗത്തെ പോലെ പണിയെടുപ്പിച്ച അതേ വീട്ടിൽ ഇന്ന് ആയിഷ ബീഗം ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിച്ചു. സൈമ തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് നശിച്ചുപോയ തന്റെ തറവാടാണ്. പണമോ ഭക്ഷണമോ ഇല്ലാതെ ആ ഉമ്മയും മകളും നരകിച്ചു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ സൈമ നഗരത്തിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. എവിടെയെങ്കിലും വീട്ടുജോലിയോ മറ്റോ ചെയ്ത് ജീവിക്കാമെന്ന് അവൾ കരുതി. പണ്ട് റംഷയെ നോക്കി വേലക്കാരിയെ പോലെയുണ്ട് എന്ന് പരിഹസിച്ച അതേ സൈമ ഇന്നൊരു നേരത്തെ ഭക്ഷണത്തിനായി ആരുടെയൊക്കെയോ വാതിൽ മുട്ടി. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ അവൾ അലിഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അവൾ എത്തിയത് നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ മുന്നിലാണ്. അവിടെ ശുചീകരണ തൊഴിലാളികളുടെ ഒഴിവുണ്ടെന്ന ബോർഡ് കണ്ടപ്പോൾ തന്റെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് അവൾ ആ ജോലിക്ക് അപേക്ഷിച്ചു. തറ തുടക്കാനും ബാത്റൂമുകൾ വൃത്തിയാക്കാനും അവൾ തയ്യാറായി. തന്റെ പഴയ പട്ടുവസ്ത്രങ്ങൾക്ക് പകരം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ ജോലി ആരംഭിച്ചു. വിധി അവളെ എത്തിച്ചത് റംഷയുടെ ഉടമസ്ഥയിലുള്ള അതേ ആശുപത്രിയിലാണെന്ന് അവൾ അറിഞ്ഞില്ല. ഓരോ തവണയും തറ തുടക്കുമ്പോൾ അവൾ കരയുമായിരുന്നു. തന്റെ ജീവിതം ഇത്രത്തോളം അധം പതിച്ചതിൽ അവൾ സ്വയം കുറ്റം പറഞ്ഞു. അഹങ്കാരത്തിന്റെ ഫലം ഇത്ര കൈപ്പേറിയതായിരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാൽ ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ നടന്നുവരുന്ന ആ പുതിയ ഡോക്ടറെ കണ്ടപ്പോൾ സൈമയുടെ ശ്വാസം നിലച്ചുപോയി. വെളുത്ത കോട്ട് ധരിച്ച് അധികാരത്തോടെ നടന്നുവരുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ സൈമക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അത് റംഷയായിരുന്നു. താൻ ചവിട്ടി പുറത്താക്കിയ അതേ റംഷ. റംഷ നിശബ്ദയായി കുറച്ചുനേരം സൈമയെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ പരിഹാസമോ പകയോ ഉണ്ടായിരുന്നില്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു സങ്കടമായിരുന്നു. റംഷ സാവധാനം സൈമയുടെ അരികിലേക്ക് നടന്നു ചെന്നു. സൈമ. റംഷയുടെ മധുരമായ ശബ്ദം ആ ഇടനാഴിയിൽ മുഴങ്ങി. ആ വിളി കേട്ടതും സൈമയുടെ ഉള്ളിലെ അണക്കെട്ട് പൊട്ടി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റംഷയുടെ കാൽക്കൽ വീണു. റംഷ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നോട് ചെയ്ത ക്രൂരതകൾക്ക് അള്ളാഹു എന്നെ ശിക്ഷിക്കുകയാണ്. ഈ കറുത്ത തറ തുടക്കുമ്പോഴാണ് നീ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സൈമ തേങ്ങിക്കരഞ്ഞു. ചുറ്റുമുള്ള രോഗികളും ജീവനക്കാരും അത്ഭുതത്തോടെ ഈ കാഴ്ച നോക്കി നിന്നു. ആശുപത്രിയുടെ ഉടമസ്ഥയായ ഡോക്ടർ റംഷ ഒരു ശുചീകരണ തൊഴിലാളിയുടെ കൈ പിടിച്ചുയർത്തുന്നത് അവർ ആദ്യമായി കാണുകയായിരുന്നു. റംഷ സൈമയെ എഴുന്നേൽപ്പിച്ചു. കരയേണ്ട സൈമ, വിധി നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കും. നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെ കഴുകിക്കളയാൻ വേണ്ടിയുള്ളതായിരുന്നു, റംഷ ശാന്തമായി പറഞ്ഞു. റംഷ അവളെ തന്റെ എയർ കണ്ടീഷണർ ചെയ്ത ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്നപ്പോൾ സൈമക്ക് താൻ ഒരു സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പോയി. സൈമ തന്റെ എല്ലാ കഥകളും, ഭർത്താവിന്റെ ക്രൂരതയും സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതും ഉമ്മയുടെ ദയനീയ അവസ്ഥയും റംഷയോട് പറഞ്ഞു. തന്റെ രണ്ടാനുമ്മ പക്ഷാഘാതം വന്ന് കിടപ്പിലാണെന്നും അവർക്കൊരു തുള്ളി വെള്ളം നൽകാൻ പോലും ആരുമില്ലെന്നും കേട്ടപ്പോൾ റംഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കൽ തന്നെ മുറിയിൽ പൂട്ടിയിട്ടവരും പട്ടിണിക്കിട്ടവരും തല്ലിയവരുമാണെങ്കിലും അവർ തന്റെ കുടുംബമാണെന്ന് റംഷ ഓർത്തു. സൈമ, നീ ഇനി ഇവിടെ തറ തുടക്കേണ്ടതില്ല. നിനക്ക് പഠിപ്പില്ലെങ്കിലും നിനക്ക് ആളുകളോട് സംസാരിക്കാൻ അറിയാം. നിനക്ക് ആശുപത്രിയിലെ റിസപ്ഷനിൽ ഞാൻ ജോലി തരാം. മാന്യമായ ശമ്പളവും താമസ സൗകര്യവും നിനക്ക് ലഭിക്കും, റംഷ പ്രഖ്യാപിച്ചു. സൈമക്ക് വിശ്വസിക്കാനായില്ല. റംഷ, ഞാൻ നിന്നെ കൊലക്ക് കൊടുക്കാൻ നോക്കിയവളാണ്, എന്നിട്ടും നീ എന്നെ സഹായിക്കുന്നുവോ? സൈമ ചോദിച്ചു. റംഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് സൈമ. നീ രൂപത്തെ സ്നേഹിച്ചു, ഞാൻ മനസ്സിനെ സ്നേഹിക്കുന്നു. നിന്റെ ഉമ്മയെ ഉടൻ തന്നെ ഇവിടെ എത്തിക്കുക. അവർക്ക് വേണ്ട ഏറ്റവും മികച്ച ചികിത്സ ഞാൻ തന്നെ നൽകും. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ഒരാൾക്ക് എങ്ങനെ ലോകത്തെ കീഴടക്കാം എന്നതിന്റെ ജീവിക്കുന്ന തെളിവായി റംഷ അവളുടെ മുന്നിൽ നിന്നു. റംഷ എന്ന കറുത്ത പെൺകുട്ടി ഇന്ന് വെളുത്ത മനസ്സിന്റെ ഉടമയായ ഒരു രാജകുമാരിയായി മാറിയിരിക്കുന്നു. സൈമയുടെ വാക്കുകൾ കേട്ട ഉടനെ റംഷ ഒട്ടും വൈകിപ്പിച്ചില്ല. അവൾ തന്റെ ആശുപത്രിയിലെ അത്യാധുനിക ആംബുലൻസ് ഗ്രാമത്തിലേക്ക് അയച്ചു. മണിക്കൂറുകൾക്കകം
അസ്ഥികൂടം പോലെ മെലിഞ്ഞ് ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആയിഷ ബീഗം ആശുപത്രിയിൽ എത്തിക്കപ്പെട്ടു. സ്ട്രെച്ചറിൽ കിടക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ റംഷയുടെ ഹൃദയം തകർന്നുപോയി. ഒരിക്കൽ അധികാരത്തോടെ ആജ്ഞാപിച്ചിരുന്ന സൗന്ദര്യത്തിൽ അഹങ്കരിച്ചിരുന്ന ആ രൂപം ഇന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയിരിക്കുന്നു. പക്ഷാഘാതം മൂലം അവരുടെ ശരീരത്തിന്റെ ഒരു വശം തളർന്നിരുന്നു. വായ കോടിപ്പോയിരുന്നു. റംഷ തന്നെ നേരിട്ട് ചികിത്സക്ക് നേതൃത്വം നൽകി. വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ അവൾ നിയോഗിച്ചു. ദിവസവും രാവിലെ റംഷ അവരുടെ മുറിയിലെത്തും. തന്റെ വെളുത്ത മൃദുവായ കൈകൾ കൊണ്ട് ആ തളർന്ന കൈകളിൽ പിടിക്കും. ആയിഷ ബീഗം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മാലാഖയെ പോലെയുള്ള ഒരു സുന്ദരിയെയാണ്. പക്ഷേ ആ സുന്ദരി താൻ പണ്ട് ക്രൂരമായി പീഡിപ്പിച്ച കറുത്ത റാംഷയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. റാംഷ അവർക്ക് മരുന്നുകൾ നൽകി. ഭക്ഷണം സ്വന്തം കൈകൾ കൊണ്ട് വാരിക്കൊടുത്തു. താൻ ആ മുറിയിൽ പൂട്ടിയിട്ട അതേ പെൺകുട്ടിയാണ് ഇന്ന് തനിക്ക് ജീവൻ നൽകുന്നതെന്ന് അവർ അറിഞ്ഞില്ല. ചികിത്സയുടെ 10ാം ദിവസം ആയിഷ ബീഗത്തിന്റെ ബോധം പൂർണ്ണമായും തെളിഞ്ഞു. അവർക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും കണ്ണുകൾ ചലിപ്പിക്കാമായിരുന്നു. റാംഷ അരികിലിരുന്ന് അവരുടെ നെറ്റിയിൽ തലോടുമ്പോൾ സൈമ അങ്ങോട്ട് കടന്നു വന്നു. സൈമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഈ ഡോക്ടർ ആരാണെന്ന് അറിയാമോ? ഇത് നമ്മൾ ആട്ടിയോടിച്ച റംഷയാണ്, സൈമ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും ആയിഷ ബീഗത്തിന്റെ കണ്ണുകൾ വിടർന്നു. അവർ വിശ്വസിക്കാനാവാതെ റാംഷയുടെ മുഖത്തേക്ക് നോക്കി. പാൽ പോലെ വെളുത്ത നിറം, തിളങ്ങുന്ന നീല കണ്ണുകൾ. ഇതാണോ ആ കറുത്ത റാംഷ? ആയിഷ ബീഗത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. താൻ ചെയ്ത പാപങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. റാംഷയുടെ സൗന്ദര്യം നശിപ്പിക്കാൻ വിഷം നൽകിയത്, അവളെ ഇരുട്ടിൽ പൂട്ടിയിട്ടത്, വിശപ്പിന് കരഞ്ഞപ്പോൾ പരിഹസിച്ചത്. അവർ കൈകൾ ഉയർത്താൻ ശ്രമിച്ചു. റാംഷയുടെ പാദങ്ങളിൽ തൊട്ട് മാപ്പ് ചോദിക്കാൻ അവർ ആഗ്രഹിച്ചു. റാംഷ അവരുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉമ്മ, ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങളോട് പരാതിയൊന്നുമില്ല. വിധി നമ്മളെ പലതും പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ ഒന്നിച്ചാണ്, അത് മതി, റാംഷ ശാന്തമായി പറഞ്ഞു. അവളുടെ ഈ വലിയ മനസ്സിന് മുന്നിൽ ആയിഷ ബീഗം പൊട്ടിക്കരഞ്ഞു. വാക്കുകളില്ലാത്ത ആ മുറിയിൽ പശ്ചാത്താപത്തിന്റെയും ക്ഷമയുടെയും ഒരു വലിയ പ്രവാഹം ഉണ്ടായി. ഒരിക്കൽ സൗന്ദര്യത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച ആ ഉമ്മ ഇന്ന് തിരിച്ചറിഞ്ഞു. യഥാർത്ഥ സൗന്ദര്യം വെളുത്ത ചർമ്മത്തിലല്ല, മറിച്ച് ക്ഷമിക്കാൻ കഴിയുന്ന വെളുത്ത മനസ്സിലാണെന്ന്. റാംഷ തന്റെ സാന്നിധ്യം കൊണ്ട് ആ മുറിയിലെ ഇരുട്ടിനെ പൂർണ്ണമായും മാറ്റിക്കളഞ്ഞു. പണ്ട് കറുപ്പിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടവൾ ഇന്ന് ആ കുടുംബത്തിന്റെ ഒരേയൊരു വെളിച്ചമായി മാറി. ആയിഷ ബീഗത്തിന് ലഭിച്ച മികച്ച ചികിത്സയും റാംഷയുടെ കരുതലും ആ തറവാട് കുടുംബത്തിൽ പുതിയൊരു പ്രഭാതം വിരിയിച്ചു. മാസങ്ങൾ കടന്നുപോയപ്പോൾ ആയിഷ ബീഗം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. സംസാരിക്കാനുള്ള ശേഷി പൂർണ്ണമായും തിരികെ കിട്ടിയപ്പോൾ അവർ ആദ്യം ചെയ്തത് റാംഷയെ ചേർത്തു പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. മോളെ, നിന്റെ സൗന്ദര്യം നശിപ്പിക്കാൻ ഞാൻ വിഷം നൽകി. നിന്നെ ഇരുട്ടിൽ പൂട്ടിയിട്ടു. എന്നിട്ടും നീ എനിക്ക് വെളിച്ചം നൽകി. എന്നോട് ക്ഷമിക്കൂ എന്ന് അവർ തേങ്ങി. റാംഷ അവരെ സമാധാനിപ്പിച്ചു. പഴയ കാര്യങ്ങളെല്ലാം മറന്നുവെന്നും ഇന്ന് താൻ സന്തോഷവതിയാണെന്നും അവൾ ഉറപ്പു നൽകി. സൈമ ഇപ്പോൾ ആശുപത്രിയിലെ ഒരു മാതൃക ജീവനക്കാരിയാണ്. സൗന്ദര്യത്തിലുള്ള അഹങ്കാരം പൂർണ്ണമായും വെടിഞ്ഞ അവൾ വരുന്ന രോഗികളോട് അതീവ കരുണയോടെ പെരുമാറി. രൂപത്തേക്കാൾ പ്രധാനം സ്വഭാവമാണെന്ന് അവൾ സ്വന്തം ജീവിതത്തിലൂടെ പഠിച്ചു. ഡോക്ടർ അസ്ലനും റാംഷയും ചേർന്ന് ആ ആശുപത്രിയെ നഗരത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കേന്ദ്രമാക്കി മാറ്റി. പാവപ്പെട്ടവർക്കും വിവേചനം അനുഭവിക്കുന്നവർക്കും റാംഷ ഒരു കാവൽ മാലാഖയായി. ഒരിക്കൽ തന്നെ ശകുനപ്പിഴ എന്ന് വിളിച്ച് ആട്ടിയോടിച്ച ഗ്രാമവാസികൾ ഇന്ന് റാംഷയുടെ പേര് കേൾക്കുമ്പോൾ ബഹുമാനത്തോടെ എഴുന്നേൽക്കുന്നു. റാംഷ എന്ന ആ കറുത്ത പെൺകുട്ടി തന്റെ സത്യം കൊണ്ടും സ്നേഹം കൊണ്ടും ലോകത്തെ കീഴടക്കി. പണ്ട് ഇരുണ്ട മുറിയിൽ തളച്ചപ്പെട്ട ആ പെൺകുട്ടി ഇന്ന് ആയിരങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പരത്തുന്ന സൂര്യനായി തിളങ്ങുന്നു. സ്നേഹത്തിനും ക്ഷമക്കും മുന്നിൽ ഏതൊരു കറുപ്പും പ്രകാശമായി മാറുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.